ഹലോ എവരിവൺ, ഞാൻ ഇസ്മായിൽ CMA USA ഫാക്കൽറ്റിയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാർട്ട് 2ൻ്റെ സെക്ഷൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 2 സെക്ഷൻ എയിൽ എങ്ങനെയൊക്കെ എക്സാമിന് സ്കോർ ചെയ്യാം, MCQ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് സെക്ഷൻ എയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, എസ്സേയിൽ എങ്ങനെയൊക്കെ ചോദിക്കാം, ഇങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് പാർട്ട് 2ൻ്റെ സെക്ഷൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഇതിന് നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്ന്, ഫസ്റ്റ് ടോപ്പിക്ക് കമ്പാരിറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. നമ്മൾ കമ്പനികളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അനലൈസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ മെസ്സിനെയും റൊണാൾഡോയൊക്കെ അനലൈസ് ചെയ്യില്ലേ അല്ലേ, നമ്മൾ മോഹൻലാലിനെയും മമ്മൂട്ടിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്തിട്ട് അനലൈസ് ചെയ്യും. അപ്പോൾ ഇതേപോലെ നമ്മുടെ കമ്പനികളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പോലെയുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാം. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള വെർട്ടിക്കൽ അനാലിസിസ് ഉണ്ട്, ഹൊറിസോണ്ടൽ അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഏതാണ്? കമ്പാരിറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് അനലൈസ് ചെയ്യാം, അതാണ് ഈ ഒരു ചെറിയ ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക് കൂടിയാണ്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ, ഇതിലാണ് നമ്മുടെ ഏറ്റവും കോർ ഏരിയ. നമ്മൾ ഇതിൽ പ്രധാനമായും നമുക്ക് പഠിക്കേണ്ടത് റേഷ്യോ അനാലിസിസ് ആണ്. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ടൂളാണത് റേഷ്യോ അനാലിസിസ്. അത് വെറും റേഷ്യോ അല്ല, ഫൈനാൻഷ്യൽ റേഷ്യോ അനാലിസിസ്. എന്താണ് ഈ റേഷ്യോ? നമുക്കറിയാം, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ്, നമ്മൾ രണ്ടോ അല്ലെങ്കിൽ അധികമോ വസ്തുക്കൾ നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ അതിനുപയോഗിക്കുന്ന ടൂളാണ് നമ്മൾ റേഷ്യോ. ഇനി എന്താണ് ഫിനാൻഷ്യൽ റേഷ്യോ? നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലെ അസറ്റ്, ലാബിലിറ്റി, ഇൻകം, പ്രോഫിറ്റ്, എക്സ്പെൻസ്, ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങളിലെ ഇത് അനലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ്. ഓക്കെ, എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയയാണ് ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ്. നമ്മുടെ കമ്പനിയുടെ റേഷ്യോസിനെ നമുക്ക് 4ആയി തരംതിരിക്കാം. ഓക്കെ അല്ലേ, ഒന്നാമത്തെ റേഷ്യോ ലിക്വിഡിറ്റി റേഷ്യോ ആണ്. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ? നമ്മുടെ കമ്പനിയുടെ കറണ്ട് ലാബിലിറ്റിയിലെ നമ്മൾ പെട്ടെന്ന് കൊടുത്തു വിട്ടേണ്ട ഷോർട്ട് ടൈം ലാബിലിറ്റിയാണ് ഇത് കറണ്ട് ലാബിലിറ്റി. ഈ കറണ്ട് ലാബിലിറ്റി കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ടോ എന്നാണ് ലിക്വിഡിറ്റി റേഷ്യോ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി റേഷ്യോ ഉള്ളിൽ ഒരുപാട് റേഷ്യോസ് ഉണ്ട്. ഏതൊക്കെ ഉണ്ട്? കറണ്ട് റേഷ്യോ ഉണ്ട്, ക്യുക്ക് റേഷ്യോ ഉണ്ട്, ക്യാഷ് റേഷ്യോ ഉണ്ട്, ക്യാഷ് ഫ്ലോ റേഷ്യോ ഉണ്ട്, അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ളത് ഏതാണ്? നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പനിയുടെ കറണ്ട് അസറ്റിനെയും കറണ്ട് ലാബിലിറ്റിനെയും എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് കമ്പനി മാനേജ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന റേഷ്യോ ആണ് ആക്ടിവിറ്റി റേഷ്യോസ്. ഇതിനെ നമ്മൾ എഫിഷ്യൻസി റേഷ്യോ എന്നൊക്കെ വിളിക്കും. എന്താണ് എഫിഷ്യൻസി റേഷ്യോ? നമ്മുടെ കമ്പനിയുടെ കറണ്ട് അസറ്റിനെയും കറണ്ട് ലാബിലിറ്റിനെയും നമ്മൾ എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, ഇത് നോക്കാൻ സഹായിക്കുന്ന റേഷ്യോ ആണ് നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോ അല്ലെങ്കിൽ എഫിഷ്യൻസി റേഷ്യോ. അപ്പോൾ ഈ ഞാനിപ്പോൾ പറഞ്ഞ ലിക്വിഡിറ്റി റേഷ്യോന്നും ആക്ടിവിറ്റി റേഷ്യോനും ഒരുപാട് പ്രോബ്ലംസും തിയറി ക്വസ്റ്റ്യൻസൊക്കെ എക്സാം നല്ലോണം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ MCQലും ഫോക്കസ് ചെയ്യണം, എസ്സേയിലും ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെയൊക്കെ എക്സാമിന് വരിക ചോദിച്ചാൽ ചിലപ്പോൾ ഡയറക്റ്റ് ചോദ്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ അല്ലേ, പിന്നെ കമ്പയർ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. നമ്മുടെ കമ്പനിയെയും ഇതേപോലെ വേറെ കമ്പനികളെയൊക്കെ നമുക്ക് കമ്പയർ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. ഇനി നമുക്ക് മൂന്നാമത് പഠിക്കാനുള്ളത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കണ്ടല്ലോ തന്നെ. അതിന് മുമ്പ് എന്താണ് ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ കമ്പനിക്ക് വേണ്ടത്ര പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ടോ അല്ലേ എന്നാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഉള്ളിൽ തന്നെ കമ്പനി പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഉണ്ട്. ഒരു കമ്പനിക്ക് വേണ്ടത്ര പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ടോ, നമ്മുടെ കമ്പനിക്ക് വേണ്ടത്ര ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടോ, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടോ, അതാണ് ഈ റേഷ്യോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, കമ്പനി പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഓക്കെ, ഇത് പുതിയ 2024 അപ്ഡേറ്റ് ചെയ്ത പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുമ്പ് പഠിച്ചത് പ്രകാരം ഇങ്ങനെ ആയിരിക്കും, ഹെഡിങ് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ കമ്പനി പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ ഉണ്ട്. ഓക്കെ അല്ലേ, നമ്മുടെ കമ്പനിക്ക് എത്രത്തോളം ഗ്രോസ് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോസ് ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്, അതേപോലെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ROI, റിട്ടേൺ ഓൺ അസറ്റ് ഉണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് റേഷ്യോസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പഠിക്കാനുണ്ട്. ഇതൊക്കെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് പ്രോഫിറ്റബിലിറ്റി പെർ ഷെയർ റേഷ്യോ ആണ്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയുള്ള റേഷ്യോസ് ആണ്. നമ്മൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലേ, അപ്പോൾ അവർ ഇത്തരത്തിലുള്ള കമ്പനികളെ റേഷ്യോസ് അനലൈസ് ചെയ്തിട്ടാണ് പല ആൾക്കാരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയറിൻ്റെ മൂല്യം വാല്യുവേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന റേഷ്യോസാണ് പ്രോഫിറ്റബിലിറ്റി പെർ ഷെയർ റേഷ്യോസ്.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് റേഷ്യോസ് ഉണ്ട്. നമുക്കതൊക്കെ എന്ത് ചെയ്യാണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്ട്. നമ്മളെ ലെവറേജ് ആൻഡ് കവറേജ് റേഷ്യോ ആണ്. ഓക്കെ അല്ലേ? കുറച്ച് ഡീറ്റെയിൽ ആയി പറയാനുള്ള മറ്റു റേഷ്യോ ആണ് ലെവറേജ് ആൻഡ് കവറേജ് എന്ന് പറയുമ്പോൾ, ഈ ലെവറേജിൽ നമുക്ക് പഠിക്കണം ഒരു മെയിൻ റേഷ്യോ ആണ് സോൾവെൻസി റേഷ്യോ. എന്താണ് ഈ സോൾവെൻസി റേഷ്യോ? നമ്മുടെ കമ്പനിയുടെ ലോങ് ടൈം ലാബിലിറ്റി ഉണ്ടാവില്ലേ, നോൺ കറണ്ട് ലാബിലിറ്റി, ഇത് അടക്കാനുള്ള ശേഷിയുണ്ടോ? ഇതാണ് നമ്മൾ എവിടെ മെഷർ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള റേഷ്യോ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി കവറേജ് റേഷ്യോ എന്ന് പറയുമ്പോൾ, നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലഭിക്കുന്ന ഇൻകം കൊണ്ട് നമുക്ക് ചില എക്സ്പെൻസുകൾ, ചില ചാർജുകൾ അടക്കാനുള്ള ശേഷിയുണ്ടോ? ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കമ്പനിയിൽ ഒരു റേഷ്യോ, അതിൽ പെട്ട റേഷ്യോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അത് ഞാൻ എക്സാമ്പിളായി പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ EBIT എന്ന് പറയുമ്പോൾ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമ്മൾ ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്ന മുമ്പുള്ള പ്രോഫിറ്റാണ് EBIT. ഇപ്പോൾ എൻ്റെ കമ്പനിക്ക് 1 lakh EBIT ഉണ്ട് വിചാരിച്ചോ. എൻ്റെ കമ്പനിക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 10,000 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 1 lakh ഡിവൈഡ് ബൈ 10,000 ചെയ്യുമ്പോൾ എനിക്ക് എത്ര ആൻസർ? 10 ടൈംസ് എന്ന് കിട്ടുന്നു. ഇതിനർത്ഥം എന്താ? എൻ്റെ കമ്പനിക്ക് ഈ EBIT കൊണ്ട് 10 പ്രാവശ്യം വരെ ഇൻട്രസ്റ്റ് അടക്കാനുള്ള ശേഷി നമുക്കുണ്ട് അല്ലേ? നമുക്ക് അത്രക്കൊന്നുണ്ട്, നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ചില ആൾക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ചില കുടുംബക്കാർക്ക് 7 തലമുറക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ള സ്വത്തുക്കളുണ്ട് പറയും. അതവരെ പവർ സൂചിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ EBIT 1 ലക്ഷമാണ്, നമ്മളെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 10,000 ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, 10 ആൻസർ കിട്ടി. ഇതിനർത്ഥം എന്താ? നമ്മുടെ കമ്പനിയുടെ ഈ ഒരു EBIT കൊണ്ട് നമുക്ക് 10 പ്രാവശ്യം വരെ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ടെന്ന് അർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള രസകരമായ ഒരുപാട് റേഷ്യോസ് പഠിക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഇനി നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത്, നമുക്കിതിൽ ബേസിക് ഏർണിംഗ് പെർ ഷെയർ ഉണ്ട്, ഡൈലൂട്ട് ഏർണിംഗ് പെർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ. നമ്മളെ മൂന്നാമത്തെ ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മൾ 2 എണ്ണം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ടോപ്പിക്കാണ് സ്പെഷ്യൽ ഇഷ്യൂസ്. നമ്മൾ ചില സ്പെഷ്യലായ കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് തിയറി ഏരിയകളാണ്. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ എക്സ്ചേഞ്ച് റേറ്റുകൾ, ഇപ്പോൾ നമ്മുടെ കമ്പനി വിദേശത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കച്ചവടം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിദേശത്ത് ഒരുപാട് ബിസിനസ് ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് അവരെ കറൻസി എക്സ്ചേഞ്ച്, കാരണം നമ്മളെ രാജ്യത്തെ കറൻസി ആയിരിക്കും അപ്പുറത്തെ രാജ്യത്തെ കറൻസി. ഇപ്പോൾ ഈ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് മാറുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ ബാധിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ക്വാളിറ്റി, നമ്മുടെ പ്രോഫിറ്റ് സ്ഥിരമായി കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടോ, അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് തിയറി ഏരിയ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്പെഷ്യൽ ഇഷ്യൂ, ചില സ്പെഷ്യലായ ഇഷ്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ സെക്ഷൻ A നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു പേപ്പറാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് നമുക്ക് എന്ത് പറ്റും? ഈ ഒരു സെക്ഷനിൽ എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കാം. ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയി നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളിതൊരു ഓവർവ്യൂ ആണ് ഡിസ്കസ് ചെയ്തത്.